വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വഖഫ് നിയമം എന്തോ അത് തന്നെയാണ് നിയമം എന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ആധികാരികമായി പ്രഖ്യാപിച്ചതോടെ മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്തത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പകൽ വെളിച്ചം പോലെ എല്ലാവരും കാണുക. അപ്പോൾ എന്താണോ വഖഫ് നിയമം അതാണ് നിയമം എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് മുസ്ലിം ഈ വഖഫ് ബോർഡിൽ ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം ചർച്ച വന്നപ്പോൾ ഈ 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന ധാരണയിൽ കേസായി സുപ്രീം കോടതിയിൽ പോവുകയാണ് കേരളം ഉൾപ്പെടെ ചെയ്തത്. കേരളമുണ്ട്, തമിഴ്നാട്. വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഗവൺമെൻറ്റുകൾ അന്ന് അവിടെ സ്റ്റാലിൻ്റെ ഗവൺമെൻറ്റാണ്, ഇവിടെ പിണറായി ഗവൺമെൻറ്, 2 ഗവൺമെൻറ്റുകളും അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയില്ല. അത് സംബന്ധിച്ച് വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി തടസ്സമില്ല, 2 പേരെ ഉൾപ്പെടുത്താമെന്നാണ്. പക്ഷെ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. കേരളം കൊടുത്ത കേസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനല്ല RSSും BJPയും ആഗ്രഹിക്കുന്നത് പോലെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ BJPക്കാരായ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ 2 പേരെ ചേർക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ 1995 നിയമപ്രകാരം അമുസ്ലിമായ അംഗത്വം നഷ്ടപ്പെടുമെന്നതാണ്, അയോഗ്യമാണ് എന്നതാണ് നിയമത്തിലുണ്ടായിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ എടുത്തു കളഞ്ഞത്. 1995 നിയമത്തിലെ ആ ഭാഗം എടുത്തു കളഞ്ഞു. മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തേണ്ടുന്ന 4 പേർ മാത്രമാണ് ആ നിയമത്തിൻ്റെ എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ആകെയുള്ള വഖഫ് ബോർഡ് അംഗങ്ങളിൽ 4 പേര് മുസ്ലിങ്ങളായിരിക്കണം എന്ന് മാത്രമാണ് അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 11 അംഗങ്ങളിൽ ഈ 4 ഒഴിച്ച് ബാക്കിയല്ല അമുസ്ലിം വിഭാഗങ്ങളിൽ ആകുന്നതിന് തടസ്സമില്ല. ഈ 4 പേരുടെ കാര്യത്തിൽ തന്നെ മുസ്ലിം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ നിയമിക്കാം എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 4ൽ തന്നെ വേണമെങ്കിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കാം. അപ്പോൾ ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് വഖഫ് കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായും അമുസ്ലിം വിഭാഗത്തെ ഏൽപ്പിക്കുന്നതിൽ ഇനി വിരോധമില്ല എന്നാണ് ലീഗ് പ്രസിഡന്റിന്റെ വ്യാഖ്യാനം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മധ്യപ്രദേശിലെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ BJP മന്ത്രിയാണ്. BJPയുടെ ഒരു മന്ത്രിക്ക് ആ ചെയർമാൻ ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വഖഫ് ബോർഡിന്റെ നിയമത്തിന്റെ പരിമിതി.